നമ്മളൊരു ഓട്ട മത്സരം നടത്തുകയാണെന്ന് കരുതുക. 100 മീറ്റർ ഓട്ട മത്സരത്തിന്റെ ഫിനിഷിംഗ് പോയിന്റിൽ ആളുകൾ കാത്തിരിക്കും ആരാണ് ഒന്നാം സ്ഥാനത്ത് എത്തുക എന്നറിയാൻ വേണ്ടി. ഇന്ന് കേരളത്തിലെ പ്രഖ്യാപനത്തിൽ ലോകത്ത് രണ്ടാമതും കേരളത്തിൽ ഒന്നാമതുമായി അതിദാരിദ്ര്യ വിമുക്തമായ സംസ്ഥാനമായി കേരളം മാറി എന്നാണ്. എന്റെ ഒന്നാമത്തെ ചോദ്യം, ആരാണ് ഇത് കണ്ടെത്തിയത്? ലളിതമായ ചോദ്യമാണ്. ഇന്ത്യ രാജ്യത്ത് ഇത് കണ്ടെത്തേണ്ട ഏത് ഏജൻസിയാണ് പിണറായി വിജയന് ഈ പട്ടം കൊടുത്തത്? നമ്മൾക്ക് കാര്യങ്ങളിലേക്ക് വരാം. ലോകത്ത് ഏത് ഏജൻസിയാണ്? സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ ഒരു പദ്ധതി നടപ്പാക്കണം, ഗുണഭോക്താക്കളെ കണ്ടെത്താൻ അവർ സ്വതന്ത്രമായി സർവേ നടത്തി. അതിന് പ്രശ്നമുണ്ടോ? ഇത് സർവേ നടത്തിയാലോ ജനങ്ങൾക്ക് ഗുണപരമായ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുത്താലോ ഒരു പ്രശ്നവുമില്ല, നമുക്കതിനെ അംഗീകരിക്കാം. പക്ഷേ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ അത് സത്യസന്ധമായിരിക്കണം. ഇത് സത്യസന്ധമല്ല എന്ന് പ്രഖ്യാപിച്ച ആളുകൾക്ക് തന്നെ അറിയാം. LDFന്റെ മാനിഫെസ്റ്റോയിൽ ഇതാണ്. നിജേഷ്, ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടരുതല്ലോ, നിങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടരുത്. ഇതിൽ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തപ്പോൾ അത് സമഗ്രമായിരുന്നില്ല, അല്ലെങ്കിൽ മുൻഗണനാക്രമം മാറിപ്പോയി, അതാണോ നിങ്ങളുടെ പ്രശ്നം? അതല്ല, കേരളത്തിലെ അതീവ ദരിദ്രരുടെ നിർമ്മാർജ്ജനം സാധ്യമായിട്ടില്ല, അത് ഭാഗികമായേ സാധ്യമായിട്ടുള്ളൂ, അതാണോ നിങ്ങളുടെ പ്രശ്നം? വ്യക്തമായി പറയും. വളരെ വ്യക്തം. നീതി ആയോഗിന്റെ കണക്കിലും LDF അത് എടുത്തു വെച്ച കണക്കിലും 4,60,000-ലധികം ആളുകൾ പരമദരിദ്രർ, അതീവ ദരിദ്രർ ഉണ്ടായിരുന്നു. അവർ 60,000-ലേക്ക് 67,000-ലേക്ക് എത്തിയ വഴികൾ എന്താണ്? സ്ട്രാറ്റജി എന്താണ്? ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതി. എങ്ങനെയാണ് ഇത്രയേറെ ആളുകളെ മാറ്റിയത്? ഗ്രാമസഭയ്ക്കകത്ത് ലിസ്റ്റ് വായിച്ചു എന്നുള്ളത് കൊണ്ടല്ല ഞാൻ പറയുന്നു. സജീഷിന്റെ പേരാമ്പ്രയിൽ ഇപ്പോഴും 50-ലധികം ആളുകളെങ്കിലും അതീവ ദരിദ്രരുടെ കിറ്റ് വാങ്ങുന്നുണ്ട്. തൊട്ടടുത്ത പഞ്ചായത്തുകളെ, എന്റെ ബാലുശ്ശേരി നിയോജകമണ്ഡലത്തിലെ ഞാൻ ഇന്ന് അന്വേഷിച്ചപ്പോൾ മിക്ക പഞ്ചായത്തുകളും അതിദരിദ്രരുടെ കിറ്റ് ഇന്നും സ്റ്റിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഉള്ളപ്പോൾ, നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ കോഴിക്കോട് പട്ടണത്തിനകത്ത് അജീംസും ഞാനും വൈകുന്നേരം പറയി കഴിഞ്ഞാൽ 100 കണക്കിന് ആളുകളെ നമുക്ക് കാണാം തെരുവോരങ്ങളിൽ കിടക്കുന്ന. അവരൊക്കെ ഈ നാട്ടുകാർ തന്നെയാണ്, അവർക്ക് വീടില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ആ പട്ടികയ്ക്കകത്ത് കേരളത്തിലെ മുഴുവൻ പട്ടണങ്ങളിലും തെരുവോരങ്ങളിൽ കിടക്കുന്ന ആളുകൾ ഉള്ളപ്പോൾ ഇത് അതീവ ദരിദ്രർ ഇല്ലാത്ത നാടാണ് എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുമോ? ആരാണ് ആ പ്രഖ്യാപനം നടത്തിയത് എന്ന ചോദ്യമാണ്. ഇതൊരു സിനിമാ നടന്മാരെ വെച്ച് 1 കോടി രൂപ ചെലവഴിച്ച് ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ അതിലെ യാഥാർത്ഥ്യം, അജിംസ് പറഞ്ഞ വാക്കെടുത്തിട്ട് ജനങ്ങൾക്ക് ആ യാഥാർത്ഥ്യം അറിയണം. നമ്മുടെ ചുറ്റുപാടും അതീവ ദരിദ്രർ ഉള്ളപ്പോൾ, തൊഴിലില്ലാത്തവർ, ഭക്ഷണമില്ലാത്തവർ, ഷെൽട്ടർ ഇല്ലാത്തവർ, വസ്ത്രമില്ലാത്തവർ നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകുമ്പോൾ 1.5 ലക്ഷത്തിലധികം ആശ്രയ കാർഡുള്ള ആളുകൾ ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് ഉണ്ടാകുന്ന സമയത്ത് ഒരു പ്രഖ്യാപനം നടത്തിയത് കൊണ്ട് അതീവ ദരിദ്രർ ഇല്ലാതാകുമോ എന്ന ലളിതമായ ചോദ്യമാണ് ചോദിച്ചത്. അതിന് 20 മിനിറ്റ് മറുപടി വേണ്ട. ഈ പട്ടികയ്ക്ക് അപ്പുറത്തുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അത് പറഞ്ഞ പോലെ ഉത്തരം മുട്ടുന്ന സമയത്ത് കൊഞ്ഞനം കുത്തിയതുകൊണ്ട് കാര്യമില്ലല്ലോ. UDF പത്രം, അതില്ലെങ്കിൽ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ ചോദിക്കുന്നത്, കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ലോകത്ത് 2ാമത്തെ സംസ്ഥാനമായിട്ടും ഇന്ത്യയിൽ ആദ്യത്തെ സംസ്ഥാനമായിട്ടും ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് എങ്കിൽ അതിന് വളരെ കൃത്യമായ ഏജൻസിയുടെ പിൻബലം വേണം. അല്ലാതെ കിലയിൽ 4 ലക്ഷം ആളുകൾക്ക് ഞങ്ങൾ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് മെമ്പർമാർക്ക്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്, കുടുംബശ്രീക്കാർക്ക്, ഹരിതകർമ്മസേനയ്ക്ക്, പൊതുപ്രവർത്തകര് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അവർ വീട് വിടാതെ കയറിക്കൊണ്ട് സർവേ നടത്തിയിട്ടുണ്ട്. ആ സർവേ പ്രകാരം ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് കേരളത്തിൽ അതീവ ദരിദ്രരില്ല. അതല്ല നമ്മൾക്ക് വേണ്ടത്. അതീവ ദരിദ്രരില്ല എന്ന് അവരെ ഏൽപ്പിക്കുന്ന സർവേയിലൂടെ കണ്ടെത്തുന്നതിനപ്പുറത്തേക്ക് കേരളത്തിൽ അതീവ ദരിദ്രർ ഇല്ലാത്ത അവസ്ഥയാണ്. ആ അവസ്ഥയ്ക്ക് വേണ്ടിയാണ് നമ്മൾ കാത്തുക്കുന്നത്. പ്രഖ്യാപനമല്ല നമ്മൾക്ക് വേണ്ടത്. ഈ പ്രഖ്യാപനം തട്ടിപ്പാണ്, വെട്ടിപ്പാണ്, ജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടാനുള്ള PR വർക്കാണ്. അത് അംഗീകരിച്ചിട്ടേ മുന്നോട്ട് പോകാൻ പറ്റൂ. ഇത് ജനങ്ങളെ പറ്റിക്കുന്ന ഏർപ്പാടാണ്. ഇതാണ് നമുക്ക് പറയാനുള്ളത്.